ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് കളിക്കുന്ന ഒരു വിമൻ ക്രിക്കറ്റർ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു എൻ്റെ എന്താ പറയുക ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു മൊമെൻ്റ് തന്നെയായിരിക്കും. അതിൽ കൂടുതൽ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അപ്പോൾ തന്നെ രണ്ടുപേരും ഒരേ സമയത്താണ് ഡെബ്യൂ ചെയ്യുന്നത്. അതും ഒരു നല്ല ഹാപ്പി മൊമെൻ്റ്. അപ്പം നമ്മൾ എന്താ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്നൊക്കെ പറയുന്ന പോലെ രണ്ടുപേരും ഒരേ സമയത്ത് ചെല്ലുമ്പോൾ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു വേദന ഉണ്ടാവില്ല. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം ഞാൻ കേരള ടീമിൽ കളിച്ചു തുടങ്ങിയത് ആശ ചേച്ചീൻ്റെ ക്യാപ്റ്റൻസിയിലാണ്. സോ ആശ ചേച്ചീനെ അപ്പം മുതലേ എനിക്കറിയാം. അതിനുശേഷം പിന്നെ നമ്മൾ രണ്ടും ഒരുമിച്ചിട്ട് നമ്മളുടെ ഒരു സ്വപ്നമായിട്ടുള്ള ഇന്ത്യൻ ജേഴ്സി ഒരുമിച്ച് ഒരു സീരീസിൽ ബംഗ്ലാദേശ് സീരീസിൽ അണിയുന്നു. ഇതിനേക്കാളും വലിയൊരു ക്യാപ്റ്റൻ്റെ അണ്ടറിൽ കളിക്കാൻ. പിന്നെ മിന്നു കളിച്ച് നമ്മൾ രണ്ടും ഒരേ ഹോം ടൗണിലുള്ള വ്യക്തികളാണ്. അപ്പം മിന്നു കളിച്ച പാടും എനിക്ക് പിന്നെ അമ്മയും അച്ഛനൊക്കെ പൊതുപ്രവർത്തകരൊക്കെ ആയതുകൊണ്ട് നാട്ടുകാർക്കെല്ലാം എന്നെ അറിയാം. അപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, മിന്നു കളിച്ച് നീയപ്പോ? രാവിലെ അത് ഉച്ചക്ക് അത് കാണുമ്പോൾ അത് തന്നെ. അപ്പോൾ മിന്നു കളിച്ചു, സോ നമുക്കും പറ്റുന്നുള്ളൊരു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് പിന്നെ ഉള്ളത്. എന്തായാലും കളിച്ചില്ലെങ്കിൽ നാട്ടുകാരെന്നെ ഉറക്കൂല, ഉറക്കത്തിലൊക്കെ ഇതേ ചോദ്യമാണ്. സോ മിന്നു കാരണം പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ കളിക്കുന്നു. ആശ ചേച്ചി നമ്മൾ ആ ഗ്രൗണ്ടിൽ തകർത്തടിക്കുകയായിരുന്നു. ആശ ചേച്ചി ബോൾ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ വരുമ്പോൾ ആശ ചേച്ചി പറയും, എടാ ഈ നമ്മൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഒരു ബാറ്റർക്ക് ഇവിടെ എറിഞ്ഞാൽ മതി. അപ്പം അങ്ങനെ ഓടി നിൽക്കണം. നമ്മൾ ഗ്രൗണ്ടിൽ നമ്മൾ നല്ല വൈബായിരുന്നു ആ ഒരു ഡെബ്യൂ മാച്ചിൽ.